എൻ്റെ പേര് കനകമാണ്. എനിക്ക് കുറേ കൊല്ലമായിട്ട് ഇങ്ങനെ മുട്ടുവേദന 2 മുട്ടിലും ഉണ്ടായിരുന്നു. അത് ഈ ജാനുവരിയിൽ ഐ ഹാഡ് എ ഫോൾ. അപ്പോൾ അത് അഗ്രവേറ്റ് ചെയ്തു. കമ്മുന്നടിച്ചാണ് വീണത്. അത് അഗ്രവേറ്റ് ചെയ്തപ്പോൾ എൻ്റെ മോളും ഇങ്ങനെ ഫോറിൻ നിന്ന് വരുന്നുണ്ട്, US-ലാണ് അവൾ വരുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഐ വിൽ ബി ദർ വിത്ത് യു, അപ്പം തന്നെ ഓപ്പറേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവളൊരു ധൈര്യം തന്നു. അപ്പം എൻ്റെ മോൻ ഈസ് ഇൻ മസ്കറ്റ്, ഹി ഓൾസോ കെയിം. അങ്ങനെ രണ്ടുപേരും കൂടി ധൈര്യം തന്നിട്ട് സുധീന്ദ്രയിൽ പോയിട്ട് 2 മുട്ടിലും റീപ്ലേസ്മെൻറ്റ് ചെയ്തു. അത് ചെയ്തിട്ടാണ് അത് കഴിഞ്ഞ് എവിടെ താമസിക്കുന്നുള്ള പ്രോബ്ലം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നു, ഇങ്ങനെ നോർത്തിൽ ഒരു പ്രസിഡൻസി ഹോംസ് ഉണ്ട്, അവിടെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ മരുമകളും കൂടെ വന്ന് നോക്കി, പേരക്കുട്ടിയെല്ലാം കൂടെ വന്ന് നോക്കി. എല്ലാവർക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റെ മോനും മോളും വന്ന് നോക്കി, അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ആഫ്റ്റർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ ഞാൻ ഇവിടെ വന്നു താമസം തുടങ്ങി. ഇവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ്. എല്ലാവരും എപ്പോഴും വന്ന് അന്വേഷിക്കും. ഒരു എമർജൻസി ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ തന്നെ ആരെങ്കിലും അപ്പം തന്നെ ഓടി വരും എന്ത് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വന്ന ഇടയ്ക്ക് ഞാൻ ബെഡ് റിഡണായിരുന്നു, കാലിൽ ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ മക്കളുടെയൊക്കെ ലീവ് തീർന്നു. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ എനിക്ക് കൂട്ടായിട്ട് വന്ന് കിടക്കും. രാത്രിയൊന്നും ഉറങ്ങാനേ പറ്റില്ല. അവർ ഉണർന്നിട്ട് എന്നെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി എല്ലാം ചെയ്ത്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വാക്കർ തന്നു നടക്കാനായിട്ട്. വാക്കർ വെച്ച് 1-2 മാസമൊക്കെ നടന്ന് ഓരോ പ്രാവശ്യം ചെക്കപ്പിന് പോകണം. ചെക്കപ്പിന് പോകുമ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കൂട്ടിന് വരും. ആംബുലൻസ് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. കൂട്ടിനായിട്ട് ഒരു സ്റ്റാഫ് എൻ്റെ കൂടെ വരും. അങ്ങനെ അവർ ലാസ്റ്റ് ടൈം പറഞ്ഞു അത് മാറ്റിയിട്ട് ഒരു സ്റ്റിക്ക് തന്നു, വാക്കിംഗ് സ്റ്റിക്ക്. വാക്കർ മാറ്റി വാക്കിംഗ് സ്റ്റിക്ക് തന്നു, അതുമേലെ അപ്പോൾ നടക്കണത്. അപ്പോൾ കാലത്തെ എണീക്കുമ്പോൾ തന്നെ 6:30 സോ ടു സേ, അപ്പോൾ തന്നെ ഇവർ വന്ന് വൈറ്റൽസ് ഒക്കെ എടുക്കും. അപ്പോൾ ഡെയിലി നമുക്കറിയാമല്ലോ എത്രയാ BP എത്രയാണ്, ഷുഗർ എത്രയാന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് ഡെയിലി വിത്തൗട്ട് ഫെയിൽ ദേ ആർ ടേക്കിങ്. പിന്നെ നേഴ്സസ് അടുത്ത് തന്നെയുണ്ട്. ഞാൻ ചിലപ്പോൾ ഫോൺ ചെയ്യും, ചിലപ്പോൾ അത് പ്രസ് ചെയ്യും എമർജൻസി ചെയ്ത്, അവരപ്പം തന്നെ ഓടി വരും. ഞാനിവിടെ വരുന്നതിന് മുന്നേ ഇവർ എനിക്കൊരു ഫോം തന്നായിരുന്നു പ്രസിഡൻസി ഹോംസിൽ നിന്ന്. ഒരു 7-8 പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ 3 പേര് വന്നു. ഇവിടെ നിന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് എന്തൊക്കെ മെഡിസിൻ എപ്പോഴൊക്കെ കൊടുക്കണം എല്ലാം അവർ ഇവാലുവേറ്റ് ചെയ്തു. അത് പിന്നെയാണ് ഞാനിവിടെ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ വരണതിന് മുന്നേ ദേ ഹാഡ് എൻ ഐഡിയ ഓഫ് വാട്ട് ഐ റിക്വയർ. എനിക്ക് ഡെയിലി ഫിസിയോതെറപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എത്ര കൂടുതൽ ചെയ്യുന്നുണ്ടോ അത്രയും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫിസിയോതെറപ്പിസ്റ്റ് തൊട്ടടുത്ത മുറിയിൽ തന്നെ ഉണ്ട്, അവരെപ്പോൾ വേണമെങ്കിൽ അവൈലബിളാണ്. അപ്പോൾ 2 times അവരെനിക്ക് വന്ന് ഫിസിയോതെറപ്പി ചെയ്ത് തരും. ദെൻ ഐ ഡു ഇറ്റ് മൈസെൽഫ് 2 times. അങ്ങനെ 4 times ഒരു ദിവസം ഫിസിയോതെറപ്പി ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ അവരുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നടക്കാൻ പറ്റും, സ്റ്റിക്ക് കൂത്തിയിട്ട് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് കാലിലിങ്ങനെ വെയിറ്റ് കെട്ടിയിട്ട് എക്സസൈസൊക്കെ ചെയ്യണം. കാലിലിപ്പോൾ 1 kilo വരെ വെയിറ്റ് വെച്ചിട്ട് എക്സസൈസ് ചെയ്യും, നടക്കും. ഞങ്ങളുടെ വരാണ്ട അറ്റം വരെ നടന്നിട്ട് തിരിച്ചു വരും. അപ്പോൾ അത് ഞാനായിട്ട് ഒരിക്കൽ നടക്കും, അവർ 2 പ്രാവശ്യം, അങ്ങനെ 3 times a day ഐ വാക്ക്. അപ്പം എൻ്റെ ഒരു ഇതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു, സ്റ്റിച്ചൊക്കെ ഉണങ്ങി, ഐ ആം ഓൾമോസ്റ്റ് ഓൾ റൈറ്റ്. അപ്പോൾ കുറച്ച് വടി വെച്ചിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഐ തിങ്ക് ദേ വിൽ റീപ്ലേസ് ഇറ്റ് നെക്സ്റ്റ് വിസിറ്റ് എന്ന് വിചാരിച്ചു. September 2 അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി കൂട്ടില്ല, പിന്നെ നോൺ കൂട്ടില്ല, എഗ്ഗ് അതൊന്നും കൂട്ടില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫുഡാണ് എനിക്ക് തരണത്. നല്ല ടേസ്റ്റി ഫുഡാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, എല്ലാവരും നന്നായിട്ട് പെരുമാറും എല്ലാവരും. ഐ റിയലി മിസ് ദം. എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകണം. ഐ വിൽ റിയലി മിസ് ദം.